ഇനിയാണ് നമ്മൾ അറിയേണ്ടുന്ന ഒരു കാര്യം. നമ്മളിപ്പോൾ ഈ കണ്ടുപിടിച്ച ടോട്ടൽ വോളിയം ഇല്ലേ, ഈ ടോട്ടൽ വോളിയമാണ് നമ്മുടെ ടോട്ടൽ പ്രോബബിലിറ്റി. നിങ്ങൾ എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ? ടോട്ടൽ വോളിയമാണ് ടോട്ടൽ പ്രോബബിലിറ്റി. എങ്ങനെയെന്ന് പറഞ്ഞുതരാം. അതായത് നമ്മളിവിടെ എന്താ പറഞ്ഞത്, ഇവർ എത്രത്തോളം ആക്യുറേറ്റ് ആണ് ഈ ഷെല്ലിന്റെ തിക്നെസ് അത്രത്തോളം കുറഞ്ഞിരിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. അത് ബേസിക്കലി മീൻ ചെയ്ത് എന്താ, ആ തിക്നെസ് DR അത്രയും കുറവായിരിക്കണമെന്ന്. നിങ്ങൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. സൂമിൻ ചെയ്യുമ്പോൾ മാത്രം നമുക്ക് തിക്നെസ് ഉണ്ടോ മനസ്സിലാവും, അല്ലാതെ അവർ പേപ്പർ തിന്നാണ്. ഓക്കെ, DR വേണ്ട, പേപ്പർ തിന്നാണ്. നമുക്ക് സൂമിൻ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാവും. DR അത്രത്തോളം തിന്നാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ തിക്നെസ് എത്രത്തോളം കുറയ്ക്കുന്നോ അത്രത്തോളം പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ആക്യുറസി കൂടുമെന്ന്. അപ്പൊ ബേസിക്കലി ഈ കാണുന്ന ഷെല്ലിന്റെ വോളിയം, ഈ കാണുന്ന സ്പെസിഫിക് ഷെല്ലിന്റെ വോളിയം നമ്മൾ കണ്ടുപിടിച്ചില്ലേ, ആ വോളിയം എന്തായിരുന്നെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ ഷെല്ലിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രോബബിലിറ്റി തന്നെ. അതെങ്ങനെ നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടോ? ഏതൊരു ഒബ്ജക്റ്റിന്റെ വോളിയം എന്തോന്നാ, ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, ഇവിടുത്തെ ഏരിയ എന്തോന്നാ, ഈ ഷെല്ലിന്റെ ഏരിയ എന്താന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് നിസ്സാരമായിട്ട് പറയാം. ഓക്കെ, ഇതാ റിംഗ് എന്ന് തൽക്കാലം ചിന്തിച്ചാ ഉണ്ടേ, ഏതാ ഇവിടെ ഇല്ലേ ഇരിക്കുന്നത്, ഡാർട്ട് ബോർഡ് വെച്ച് നോക്കിയാൽ ഉണ്ട്, ഈ ഒരു ഭാഗത്തായിട്ടല്ലേ ആ റിങ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ റിങ്ങിനെ അങ്ങോട്ട് കൊണ്ടുപോകാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, തിക്നെസ് ഒരുപാട് കുറയ്ക്കാം. ഓക്കെ, കുറച്ചേ, വളരെയധികം കുറഞ്ഞ് നമുക്ക് സൂമിൻ ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതിന്റെ ഏരിയ എന്തോന്നാ, നമുക്ക് കൺട്രോൾ ചെയ്ത് റിങ് ആക്കി കണ്ടതുണ്ട്. ഈ കാണുന്ന റെക്ടാങ്കുലർ ഷീറ്റ് ആയിരിക്കും. ഈ റെക്ടാങ്കുലർ ഷീറ്റിന്റെ ഏരിയ എന്തോന്നാ, നമുക്കറിയാം. റെക്ടാങ്കുലർ, നിങ്ങൾക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് തിക്നെസ് കൂട്ടി കാണിച്ചു തരാം, കാരണം ഇത്രയും ചെറിയ തിക്നെസ് ആണ് നിങ്ങൾക്ക് കാണാൻ പോലും ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ തിരിച്ച് കൺട്രോൾ ചെയ്തിട്ട് ഞാൻ തിക്നെസ് ഒന്ന് കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ആക്ച്വലി ഇത് നിങ്ങളുടെ വിഷ്വൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് തിക്നെസ് കൂട്ടിയില്ല, നിങ്ങൾക്ക് മര്യാദ കാണാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ഈ നമ്മളാ കിട്ടുന്ന ഓരോ റിങ്ങിന്റെയും ഏരിയ എന്തോന്നാ, ഏരിയ എന്താന്ന് വെച്ചാൽ ഈ കാണുന്ന റെക്ടാങ്കുലർ ഷീറ്റിന്റെ ഏരിയ എന്നല്ലേ, ഇതിന്റെ ഏരിയ എന്തോന്നാ, ഉണ്ട്, ലെങ്ത് 2πr, വിഡ്ത്ത് DR നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ 2πr × DR. നമ്മൾ പറഞ്ഞ എന്താ, എത്രത്തോളം തിന്നർ ആയിരിക്കുന്ന അവർ അത്രത്തോളം ആക്യുറേറ്റ് ആവും. അപ്പൊ ഈ കാണുന്ന റിങ്ങിന്റെ ഏരിയ നമുക്ക് 2πr × DR എന്ന് കിട്ടി. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് മേളിലോട്ടൊരു ഷെല്ലിനെ കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് നമ്മുടെ ബെൽ കർവ് കാണിച്ചു തരാം. ഉണ്ടേ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മേലോട്ട് ഷെല്ല് കളിച്ചു. അതായത് ബേസിക്കലി ഈ കാണുന്നത് എക്സാക്ട്ലി ഇത് തന്നെ. ഓക്കെ, വ്യത്യാസമൊന്നുമില്ല, രണ്ട് രീതിക്ക് യൂസ് ചെയ്ത സാധനമാണേ ഉള്ളൂ. ഈ കാണുന്ന റെപ്രസെന്റേഷൻ തന്നെയാണ് ഈ കാണുന്ന റെപ്രസെന്റേഷനും. രണ്ട് ബോർഡാ, രണ്ട് വിഷ്വലൈസ്, ഒന്നും തെറ്റിദ്ധരിക്കണ്ട. ഇതേ ഡാർട്ട് ബോർഡ് തന്നെയാണ് ഈ കാണുന്ന ഡാർട്ട് ബോർഡ്, ഇതേ ഷെല്ല് തന്നെയാണ് ഈ കാണുന്ന ഷെല്ല്. ഓക്കെ, രണ്ട് സ്ഥലത്തായിട്ട് പ്ലേസ് ചെയ്യുന്നേ ഉള്ളൂ. ഈ കാണുന്ന ബെൽ കർവ് തന്നെയാണ് ഈ കാണുന്ന ബെൽ കർവ്. ഓക്കെ, വലിയ വ്യത്യാസമൊന്നുമില്ല, നിങ്ങൾക്കത് മനസ്സിലായി കാണുമല്ലോ. അപ്പം കണ്ടല്ലേ, ഇത് എക്സാക്ട്ലി സെയിം സാധനം തന്നെയാണ്, വലിയ മാറ്റമൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യാ, നമ്മൾ ഓൾറെഡി ഈ കാണുന്ന റിങ്ങിന്റെ ഏരിയ 2πr × DR എന്ന് കിട്ടിയല്ലോ. അപ്പൊ നമ്മൾ അതിന്റെ മേളില് ഒരു ഷെല്ലിനെ കൺസ്ട്രക്ട് ചെയ്തിട്ട് ഇനി ആ ഷെല്ലിന്റെ വോളിയം എന്താന്ന് ചോദിച്ചാൽ എന്ത് കിട്ടും, ഓൾറെഡി നമുക്ക് ഏരിയ കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം, ഈ ഹൈറ്റ് കൂടെ വേണം. ഈ ഹൈറ്റ് എന്താന്ന് ചോദിച്ചാൽ അവിടുത്തെ പ്രോബബിലിറ്റി ഡെൻസിറ്റി അല്ലേ, നമ്മൾ ഓൾറെഡി വന്നിട്ടുണ്ടല്ലോ. അവിടുത്തെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി ഡെൻസിറ്റി. അപ്പൊ ഈ കാണുന്ന ഓരോ ഷെല്ലിന്റെ വോളിയം എന്തോന്നാ, ഈ കാണുന്ന ബേസ് ഏരിയ × ഹൈറ്റ്, അതായത് ഏരിയ × പ്രോബബിലിറ്റി ഡെൻസിറ്റി. ഇത് എവിടെയെങ്കിലും ഓർക്കുന്നുണ്ട്, ഏരിയ × പ്രോബബിലിറ്റി ഡെൻസിറ്റി. നമുക്ക് എന്താ റിട്ടേൺ ചെയ്യുന്നത്, പ്രോബബിലിറ്റി. മനസ്സിലായോ? അതായത് ഈ കാണുന്ന ഓരോ ഷെല്ലിന്റെ വോളിയവും നമുക്ക് റിട്ടേൺ ചെയ്യുന്നത് ആ കറസ്പോണ്ടിങ് റിങ്ങില് ഡാർട്ട് കൊള്ളാനുള്ള പ്രോബബിലിറ്റിയാണ്. മനസ്സിലായി? ഏത്, ഈ കാണുന്ന കറസ്പോണ്ടിങ് റിങ് ഉണ്ടല്ലോ. ഓക്കെ, ഈ കാണുന്ന കറസ്പോണ്ടിങ് റിങ്ങിൽ വന്ന് ഡാർട്ട് കൊള്ളാനുള്ള പ്രോബബിലിറ്റിയാണ് അവിടുത്തെ ഷെല്ലിന്റെ വോളിയം തന്നെ. എങ്ങനെ, കാരണം ഷെല്ലിന്റെ വോളിയം നമുക്ക് എന്താ വരുന്നത്, ഏരിയ കണ്ട്, ഈ കാണുന്ന ബേസ് ഏരിയ എന്ത് കണ്ട, ഈ കാണുന്ന സർക്കുലർ റിങ്ങിന്റെ ഏരിയ × കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി ഡെൻസിറ്റി, എന്ത്, ഈ ഹൈറ്റ് കണ്ട, ഈ കാണുന്ന ഹൈറ്റ്. ഓക്കെ, അപ്പൊ ശരിക്കും ഓരോ ഷെല്ലിന്റെ വോളിയം നമുക്ക് തരുന്നത് ആ കറസ്പോണ്ടിങ് റിങ്ങിൽ വന്ന് ഡാർട്ട് കൊള്ളാനുള്ള പ്രോബബിലിറ്റിയാണ്.
അപ്പം ഒരു ഷെല്ല് നമുക്ക് അവിടുത്തെ പ്രോബബിലിറ്റി തരുന്നെങ്കിൽ ഇതുപോലുള്ള എല്ലാ ഷെല്ലും നമുക്ക് എന്താ ബേസിക്കലി തരുന്നത്? ഇതുപോലെ ഓരോരോരോ ഭാഗത്ത് വന്ന് ഡാർട്ട് കൊള്ളാനുള്ള പ്രോബബിലിറ്റി. അതായത് ടോട്ടൽ ഷെൽസിന്റെ വോളിയം നമ്മൾ കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടുന്ന ബെൽ കർവിന്റെ അണ്ടറിലുള്ള ടോട്ടൽ വോളിയം. അതായത് ഓരോ ഷെല്ലും ആ സ്ഥലത്തുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിച്ച് തന്നാൽ ടോട്ടൽ ഷെൽ നമുക്ക് എന്ത് തരും? ടോട്ടൽ വോളിയം തരും. ഓക്കെ, അതാണ് ആ കീ കോൺസെപ്റ്റ്. നമ്മൾ ഈ കണ്ടുപിടിച്ച ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ നമുക്ക് ടോട്ടൽ പ്രോബബിലിറ്റി തരും. കാരണം ഓരോ ഷെല്ലിന്റെ വോളിയം ഓരോ പ്രോബബിലിറ്റി കറസ്പോണ്ടിങ് റിങ്ങിന്റെ പ്രോബബിലിറ്റി തരും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വോളിയം അണ്ടർ കർവ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബെൽ കർവ് എന്ന് പറഞ്ഞാൽ എന്ത് തരും? ടോട്ടൽ പ്രോബബിലിറ്റി തരും. ഓക്കെ, ഇവിടാണ് ഒരു പ്രശ്നം. നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്, ടോട്ടൽ പ്രോബബിലിറ്റി ഒരിക്കലും 1ന് വേണ്ടി പോകത്തില്ല. ഇപ്പൊ നമ്മൾ കണ്ട എന്താ? സി പൈ എന്നാ നമ്മൾ വോളിയം കണ്ട. ഇതാണ് പ്രശ്നം, മനസ്സിലായി? നമ്മൾ ടോട്ടൽ വോളിയം കണ്ട സി പൈയാ. സി എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് ഉണ്ട്. അപ്പൊ അത് പറ്റത്തില്ല. വോളിയത്തിന് ഒരിക്കലും 1ന് മേളിൽ പോകാൻ പറ്റത്തില്ല. ടോട്ടൽ വോളിയത്തിന് എപ്പോഴും 1ലിരിക്കാനേ പറ്റൂ. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്ത് വേണം? ബൈ സംഭവ നമ്മൾ അതിനെ ഫോഴ്സ് ചെയ്യിച്ച് 0യുടെയും 1ന്റെ ഇടയിൽ കൊണ്ടുവരണം. ഓക്കെ, അതായത് ഈ പറഞ്ഞ ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും 1 ആയിരിക്കണം. പക്ഷെ നമുക്ക് ഇവിടെ കിട്ടിയ ടോട്ടൽ പ്രോബബിലിറ്റി സി പൈ ആ. സോ നമ്മൾ സംഭവ സി പൈനെ 1 ആക്കണം. സി പൈ ഈക്വൽ ടു 1 ആക്കണം. സി പൈ ഈക്വൽ ടു 1 ആക്കിയാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ സി ഈക്വൽ ടു 1/π എന്ന് കിട്ടും. മനസ്സിലായോ? അത് വ്യക്തമായിട്ട് അതിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. അതായത് ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും 1 വരും. പക്ഷെ നമ്മളിപ്പോ കണ്ടുപിടിച്ച ടോട്ടൽ പ്രോബബിലിറ്റി സി പൈ എന്നാ. അപ്പൊ എന്ത് വേണം? നമുക്ക് അറിയാവുന്നൊരു കാര്യമുണ്ട്, ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ്. അപ്പം ഈ സി പൈയെ നമ്മൾ എങ്ങനെയും 1 ആക്കണം. അപ്പൊ നമുക്ക് പയ്യെ എന്തായാലും മാറ്റാൻ പറ്റത്തില്ല. ഇനി മാറ്റാൻ പറ്റുന്ന ആരേ ഉള്ളൂ? സി. അപ്പൊ സി എന്താവും? 1/π ആവും. ഓക്കെ, ഇതാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റിയുടെ കോൺസ്റ്റന്റ് സി. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇ റേസ് ടു മൈനസ് ആർ സ്ക്വയർ ആണെങ്കിൽ, പ്രോബബിലിറ്റി ഡെൻസിറ്റി ഈക്വൽ ടു സി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആർ സ്ക്വയർ ആണെങ്കിൽ, പ്രോബബിലിറ്റി ഡെൻസിറ്റി ഈക്വൽ ടു 1/π ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആർ സ്ക്വയർ. മനസ്സിലായോ? ഇതാണ് കീ കോൺസെപ്റ്റ്. ഇവിടുത്തെ സി 1/π. ഈ 1/π എന്താ വെച്ചാൽ നോർമലൈസേഷൻ. അതായത് നമ്മളൊക്കെ പ്രോഗ്രാമിങ്ങിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഒരു സ്പെസിഫിക് വാല്യൂവിന് മേലോട്ട് എക്സീഡ് ചെയ്യാൻ പാടില്ല. നമ്മൾ നോർമലൈസ് ചെയ്ത് നിർത്തിയേക്കണം. മെഷീൻ ലേണിംഗിലും അല്ല. ഇല്ലെങ്കിൽ വലിയ വാല്യൂ വരുന്നതിന് ഒരുപാട് വെയിറ്റേജ് ഒക്കെ കൊടുക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നോർമലൈസ് ചെയ്യും. അതായത് അതിന്റെ ടോട്ടൽ റേഞ്ച് ഉണ്ടല്ലോ, അതിനെ വെച്ച് ഡിവൈഡ് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 1/π വെച്ച് മീൻസ് പൈ വെച്ച് ഡിവൈഡ് ചെയ്ത് നമ്മൾ എല്ലാ വരാൻ പോകുന്ന സാധ്യത നമ്മൾ 0യുടെയും 1ന്റെ ഇടയിൽ കൊണ്ട് നിർത്തും. മനസ്സിലായോ? അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ, ഇപ്പൊ നമുക്ക് പ്രോബബിലിറ്റി എന്താണെന്ന് അറിയാം. ഏരിയ ഇൻറ്റു പ്രോബബിലിറ്റി ഡെൻസിറ്റി ആണ് ഫോർ ദാറ്റ് സ്മോളർ ഏരിയാസ്. ഇവിടെ നമ്മൾ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഡാർട്ട് ബോർഡിന്റെ നമ്മൾ എറിയുന്ന ഡാർട്ടിന്റെ ടിപ്പിന്റെ തിക്നെസ് അത്രയും ചെറുതാണ്. സോ നമുക്ക് അതുകൊണ്ട് പ്രോബബിലിറ്റി ഈക്വൽ ടു ഏരിയ ഇൻറ്റു പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയാം. നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി എങ്ങനെ കണ്ടുപിടിച്ചു? പ്രോബബിലിറ്റി ഡെൻസിറ്റി ഈക്വൽ ടു 1/π ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആർ സ്ക്വയർ എന്ന് കിട്ടി. ഇനി വേറൊരു കാര്യം, ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് ഇതിനെ 2 രീതിന്റെ വോളിയം കണ്ടുപിടിക്കാന്ന്. വേറൊരു രീതിയിലും പറഞ്ഞു തരാം. മറ്റേ മെത്തേഡിൽ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ വോളിയം മാറാനൊന്നും പോകുന്നില്ല. വോളിയം സെയിം തന്നെ. പക്ഷെ നമ്മളത് ചെയ്യുന്ന വേറൊരു കാര്യം മനസ്സിലാക്കാൻ. ഓക്കെ, നമുക്ക് ഇവിടെ വരാം.